ഞങ്ങൾ വല തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ പിന്നൽ വള എന്ന് കിട്ടണോ? പക്ഷെ തട്ടൽ വള എന്ന് കിട്ടുന്നുണ്ടോ നിങ്ങൾ? തട്ടൽ വല അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരയിൽ നിറയെ ഏട്ടയും പുഴാനും അങ്ങനെയുള്ള പല വക മീനുകളും കരയിൽ കിടന്ന് കളിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വല അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടലിന്ന് പൊതുവെ ഭയങ്കര പ്രക്ഷുബ്ധമായ കടലാണ്. സാധാരണ രീതിയിലുള്ള ഒരു കടലല്ല ഇന്ന്. അവിടെ അങ്ങ് ദൂരെ ഒരാൾ വല വീശാൻ നിൽക്കുന്നത് കാണാം, കുറേ ദൂരമായിട്ട്. അയാൾക്കും വല വീശാൻ പറ്റുന്നില്ല, കടൽ കൂടുതലുള്ള കാരണം. അങ്ങനെ വല പിടുത്തം തുടങ്ങിയിട്ടോ. വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഇപ്പോൾ. നമുക്ക് നോക്കാം. ഉണ്ടാവാൻ സാധ്യത ഇല്ലാതില്ല. ഈ വലയുടെ രണ്ട് തലയും കടലിലോട്ടിട്ട് അങ്ങനെ ഈ തലയിൽ കയറ് കെട്ടി ആ കയറ് കെട്ടിപ്പിടിച്ച് നിൽക്കലാണ് ഇതിൻ്റെ രീതി. ആ കയറിൽ ഇങ്ങനെ പിടിച്ച് വല ഇങ്ങനെ തട്ടി പോകും അങ്ങോട്ട്. എങ്ങോട്ടാണോ ഒഴുക്കിൻ്റെ ദിശയിലേക്ക് വല തട്ടി പോകും. അതാണ് ഇതിൻ്റെ രീതി. ഒഴുക്ക് കാരണം ഭയങ്കര ടൈറ്റാണ് റോപ്പ്, വലിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ വലയുടെ ഒരറ്റം നമ്മുടെ കയ്യിൽ കിട്ടാൻ പോവാണ്. ഇതേ കാണുന്നു, കല്ല് കാണുന്നില്ലേ? അതാണ് വലയുടെ ഒരറ്റം അങ്ങ് കടലിൽ ദൂരെയാണ്. വലിച്ചു കയറ്റിയാണ്. മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഗൈസ്. മീനുണ്ടായാലേ ഇന്നത്തെ കറി വീട്ടിലാവൂ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പച്ചക്കറി വാങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. മീനൊന്നും കാണുന്നില്ല, എങ്കിലും നോക്കാം. ഓ മൈ ഗാഡ്, ഒരു മീൻ പോലും കാണുന്നില്ലല്ലോ. ഓ മൈ ഗാഡ്, കടല് ഭയങ്കര സ്ട്രോങ് ആണെന്ന്. ഒരു മീൻ പോലും കാണുന്നില്ല ഗൈസ്. ഇന്ന് സാമ്പാർ തന്നെ വാങ്ങേണ്ടി വരും. മൈ ഗാഡ്, ഒരു മീൻ പോലും കാണുന്നില്ല ഗൈസ്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം കൊടുമുടി. മൈ ഗാഡ്, ഒരു മീൻ പോലും കാണുന്നില്ല. 3 പേർ കഷ്ടപ്പെട്ടു ഗൈസ്, ഒരു മീൻ പോലും കിട്ടിയില്ല. മൈ ഗാഡ്, ഒരു മീൻ പോലും ഇല്ല ഗൈസ്. ഫുൾ പട്ടിണി. കടൽ ഇന്ന് ശരിയല്ല, ഒഴുക്ക് കൂടുതലാണ് ഗൈസ്. മീനൊന്നും കാണുന്നില്ല. പക്ഷേ ആദ്യത്തെ വലയിലെ മീൻ ഞാൻ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ വലയിലെ മീനാണ് ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾ? ഞണ്ടുണ്ട്, പുഴാനുണ്ട്, ഏട്ടയുണ്ട്, മണങ്ങുണ്ട്, പല ഐറ്റം മീനുണ്ട്. ഇതാണ് ആദ്യത്തെ വലയിലെ മീൻ. കണ്ടില്ലേ ഗൈസ്? പക്ഷേ ഈ വലയിലൊന്നും കിട്ടിയില്ല. വിഷയാക്കണ്ട, ഞങ്ങൾ തളരില്ല. അടുത്ത നാളെ നോക്കാം.